ഗൈസ്, നമ്മൾ സ്പാറിൽ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നാണല്ലോ വിചാരിച്ചത്. പക്ഷേ ഇന്ന് സൺഡേ ആണ്. സൺഡേ നമ്മുടെ ഈ ആംസ്റ്റർഡാമിൽ മാത്രമാണ് കടകളൊക്കെ തുറക്കുക, ഐ മീൻ നെതർലൻഡ്സിൽ. ജർമ്മനി, ഓസ്ട്രേലിയയിലൊക്കെ സൺഡേ ഇങ്ങനത്തെ സൂപ്പർ മാർക്കറ്റ്സ് ഒക്കെ ക്ലോസ്ഡ് ആണ്. ഐ മീൻ സെൻട്രലിലുള്ള മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ ഓർത്തില്ല, നമുക്ക് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനെ നോക്കിയപ്പം ഇവിടുത്തെ റോഡിലും എന്താ ചെറിയ കുഞ്ഞിക്കുഴികളും ടാറിന്റെ പ്രശ്നങ്ങളും. പക്ഷെ നെതർലൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഗോലി വെട്ടിയിട്ട് അത് പോകും, അങ്ങനത്തെ റോഡാണ്. പക്ഷെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഒന്നും മറ്റേ എന്താ പറയാ കൺട്രോൾ സി അടിച്ച പോലത്തെ മരങ്ങളല്ല. നെതർലൻഡ്സ് മൊത്തത്തിൽ അങ്ങനെയാണ്. ഇങ്ങനെ നമ്മളൊക്കെ മരം കണ്ട് ബോറടിക്കും. പക്ഷെ ഇവിടെ ഇങ്ങനെ എന്താ പറയാ ബ്രാഞ്ചസ് ഉള്ള മരം, വലിയ ഇലയുള്ള മരം, കുഞ്ഞി ഇലയുള്ള മരം, നീളത്തിൽ പോകുന്ന മരം, ചെരിഞ്ഞു നിൽക്കുന്ന മരം. ആ ഒരു വ്യത്യാസം നന്നായി കാണാറുണ്ട് അല്ലേ? അടിപൊളി. പക്ഷെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റില്ല, എനിക്ക് വിശക്കുന്നുണ്ട്. പാലസിനോട് എന്തെങ്കിലും ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. സമ്മർ പാലസ് നമുക്ക് അത്യാവശ്യം വെയിലത്തെങ്കിലും കാണാൻ പറ്റിയല്ലോ അല്ലേ? ഹായ് ഗായ്സ്, അപ്പം നമ്മൾ നമ്മുടെ ഷോൺബ്രൂൺ പാലസിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഈ ഹാബ്സ്ബർഗ് റൂളേഴ്സിൻ്റെ സമ്മർ പാലസ്. നമ്മൾ ഇന്നലെ കണ്ടതാണ് വിൻ്റർ. അറ്റ്ലീസ്റ്റ് ഇവിടെ എന്താ പറയുക, ഈ ഒരു വെയിലത്ത് നല്ല തണുപ്പുണ്ട്, എന്നാലൊരു വെയിലത്ത് ഈ സമ്മർ പാലസ് കാണാൻ പറ്റിയതിലൊരു സന്തോഷമുണ്ട്. ഇത് ഒരു മഞ്ഞയും പച്ചയും നിറമാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ. പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല മിനിമലായി തോന്നുമെങ്കിലും ഉള്ളിൽ ഗംഭീര ആർട്ട് വർക്കാണ്, ബറോക്ക് സ്റ്റൈലിൽ ചെയ്തിരിക്കുകയാണ്. ഭയങ്കര ഓർണമെൻ്റലായിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ കണ്ടു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയമില്ല, 2 മണിയാകുമ്പോൾ തിരിച്ചു പോകണം. അപ്പം നമ്മൾ പുറത്തുനിന്ന് ഈ ഒരു ഏരിയ ഭയങ്കര വലുതാണ്. ആക്ച്വലി ഇവിടെ ഒരു സൂ ഉണ്ട്, പുറത്തുള്ള നല്ല ഗാർഡൻ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് പുറത്തുനിന്ന് കാണാൻ പറ്റുമെങ്കിൽ തന്നെ ഭയങ്കര ഭാഗ്യം. ശരിക്കും പറഞ്ഞാൽ ഒരു ഹാഫ് ഡേ ഒക്കെ വേണം ഇതൊന്ന് ഫുൾ കണ്ട് തീരണമെങ്കിൽ. ഐ മീൻ അകത്ത് കയറണമെങ്കിൽ ഒരു ഫുൾ ഡേയും കൂടെ വേണം. നമുക്കതിൻ്റെ പുറമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. വാ, ഇതിന്റെ അപ്പുറത്ത് എന്തായാലും പോണം, ഭയങ്കര ഭംഗിയാ. ഭംഗി. വമ്പൻ വ്യൂ, ഗാർഡൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ നാട്ടിലെ ഇതിന് പറയില്ലേ തോട്ടം, അല്ല ഹെക്ടർ കണക്കിന്. അതാണ് ഇവരുടെ ഗാർഡൻ തോന്നുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള വ്യൂവും ആരോഗ്യമായിരിക്കും. അവിടെ ഒരു സ്കൾപ്ചർ ഉണ്ട്, അത് നോക്ക്, നല്ല ഭംഗിയുണ്ടാവും. ഭയങ്കര ഭംഗി. നമ്മളിങ്ങനെ ഈ എന്താ വ്യൂ ഫ്രം മൈ ബാൽക്കണി എന്നൊക്കെ പറഞ്ഞിരുന്ന പോലെ ഈ ഇവിടുത്തെ രാജാക്കന്മാരുടെ ബാൽക്കണി വ്യൂ ആണ് കേസത്. ഒരു പ്രദേശം മൊത്തം ബാൽക്കണിയിൽ കാണാം. അത്താഴം കഴിഞ്ഞാൽ ഇവിടെ വന്ന് ചില്ല് ചെയ്യുന്ന സ്ഥലമാണ്.
കയറ്റമൊക്കെ കയറുമ്പോൾ ഒരു കൊതി. കയറ്റം കയറിയ കാലം മറന്നു. ഇങ്ങനെ കാലിലെ മസിൽസിനൊന്നും പരിചയമില്ലാത്ത ഒരു ആക്ഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ നമ്മുടെ ഷോൺബ്രൂൺ പാലസിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ഹൈക്ക് കയറി. അതിൻ്റെ ഒരു ഏകദേശം 80% എത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് ഈ വ്യൂ കാണുന്നത്. ഈ വാട്ടറും വ്യൂവും അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട്. പച്ച, നീല, വെള്ള, മഞ്ഞ. ഇനി ഇവിടുന്ന് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാലസും ഓൾമോസ്റ്റ് ഒരു ഹോൾ വിയന്ന സിറ്റിയുടെ വ്യൂ ആണ്, വിച്ച് ഇസ് മൈൻഡ് ബ്ലോയിങ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി അവിടേക്ക് അതിൻ്റെ മുകളിൽ പോയിട്ട് അവിടുത്തെ വ്യൂ എന്താണെന്നും കൂടെ നോക്കിയിട്ട് വരാമേ. സെയിം വ്യൂ, പക്ഷെ വെയിലില്ലാത്ത കാലം. അതിനപ്പുറത്ത് നല്ല രസമുള്ള ഒരു വാട്ടർ ബോഡി ഉണ്ട്. അടുത്തത് എൻ്റെ കോൺഫിഡൻസ്. ഞാൻ എത്ര പ്രാവശ്യം എൻ്റെ ഒരുമാതിരി ആൾക്കാർക്ക് കോൺഫിഡൻസ് ഉള്ള പോലെയാണ് ഞാൻ എൻ്റെ കോൺഫിഡൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഇനി നമ്മൾ വീട്ടിൽ പോകുന്നു. അതിലേട്ടൻ തിരിച്ച് ആംസ്റ്റർഡാം പോകുന്നു. ഇന്ന് വേണം നീ ബാക്കി കാഴ്ചകൾ അതിൽ ക്യാമറയിൽ പകർത്തുന്നതാണ്. ഞാൻ ഉണ്ടാവില്ലാത്ത കാഴ്ചകളായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് ഗൈസ്. നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യണം ഗൈസ്. നമ്മൾ ഈ മലയൊക്കെ കയറി ഇതിൻ്റെ മണ്ടയിലെത്തിയപ്പം ഇവിടെ ഒരു മലയാളി, ഒരു പത്തനംതിട്ടക്കാരൻ, ഇന്നലെ ഇതുപോലെ സെൻറ്റ് സ്റ്റീഫൻസ് കത്തീഡ്രലിൻ്റെ മണ്ടയിൽ കയറി ആ 364 സ്റ്റെപ്പ് കയറി അതിൻ്റെ മണ്ടയിൽ നോക്കിയപ്പോൾ അവിടെ ഒരു മലയാളി. എവിടെ ചെന്നാലും മലയാളികളുണ്ട്. മലയാളികളെ കുറിച്ച് ആവുമല്ലോ, അതിലൊരു സന്തോഷമുണ്ട്. നടന്ന് ഈ കഫേയിൽ പോയി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പോവായിരുന്നു അല്ലേ കുടു. വിഷുവായിട്ട് കൊന്നപ്പൂ കണ്ടില്ലെന്നുള്ള വിഷമം അറിയില്ലേ, യൂറോപ്യൻ കൊന്ന. മൊത്തത്തിൽ ഇവിടെ പോർഷൻ സൈസ് കൂടുതലാണ്. ഇവൻ കോളയൊക്കെ ഇത്രയും വലിയൊരു കോള കണ്ടിട്ട് കാലങ്ങളായി. നെതർലൻഡ്സിലൊക്കെ കുഞ്ഞു ബോട്ടിൽ. ഫുഡാണെങ്കിലും കുറേ കിട്ടും. നമ്മൾ ഇന്നലെ എന്തായിരുന്നു കഴിച്ചത്? ക്രൊസാനും സ്നിറ്റ്സലൊക്കെ വലിയത് തന്നെ അല്ലേ. ക്വാണ്ടിറ്റിക്ക് ഒരു ക്ഷാമമില്ല. ഗൈസ്, ഞാൻ കീഴടങ്ങി. എന്നെ കൊണ്ട് ഇത്രേ പറ്റുന്നുള്ളൂ. ബാക്കി ഇത്ര ഉണ്ട്. അവരെ പാർസൽ ചെയ്ത് തരുമെങ്കിൽ ഞാൻ കൊണ്ടുപോകും. അതിലേട്ട് നോക്ക്. വീട്ടില് ഇതൊക്കെ ഞാൻ ലാസ്റ്റ് പീസ് കഴിച്ചോണ്ടിരിക്കുന്നു. ടേസ്റ്റ് ഉണ്ടായിരുന്നോ? അടിപൊളിയായിരുന്നു. ക്വാണ്ടിറ്റി ഒക്കെ
വെച്ചൊരു ഇവരെ കണ്ടു വേണം പഠിക്കാൻ. ക്വാണ്ടിറ്റിയും ടേസ്റ്റും നന്നായിട്ട് സ്ലോ കുക്ക് ചെയ്ത പോർക്ക്. ഒരു യുദ്ധം കഴിഞ്ഞ ഫീൽ അല്ലേ അതിലെ കൂട്ടിയിട്ടിരിക്കുക. Yeah, we live in Amsterdam. So this is us saying goodbye to Vienna. 3 ദിവസം ഭയങ്കര അടിപൊളിയായിരുന്നു. ആക്ച്വലി എനിക്ക് 3 ദിവസം കൂടെ ഉണ്ട്. പക്ഷെ മിക്കവാറും വ്ളോഗിൽ ഉണ്ടാവില്ല. എനിക്ക് എടുക്കാൻ ഒരു ബിറ്റ്സ് ആൻഡ് പീസസ് കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ ഇടുന്നതാണ്. വിയന്ന വാസ് നൈസ്. ഐ മീൻ നമ്മൾ എന്തായാലും വരും. നമ്മൾ ആക്ച്വലി ഇതിൻ്റെ ഒരു 1/4 കണ്ടിട്ടുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇഷ്ടംപോലെ കാണാനുണ്ട്. ഈ പാലസ് തന്നെ അടിപൊളി. ഒരു ഗ്രാൻഡ് ഫീലിംഗ് ഉണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. അപ്പോൾ ബൈ.